ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ചിക്കൻ നൂഡിൽസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള നൂഡിൽസ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 250 ഗ്രാം നൂഡിൽസ് ഉപ്പും മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഓയിൽ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വേവിക്കുമ്പോൾ നൂഡിൽസ് പരസ്പരം ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ വെജിറ്റബിൾസ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 ക്യാരറ്റ്, 1 ക്യാപ്സിക്കം, 1 സവാള. ഇത് ഫ്രൈ ചെയ്ത ചിക്കനാണ്. ഇവിടെ ഓൾറെഡി ഫ്രൈ ചെയ്തത് ഉണ്ടായതുകൊണ്ട് അതിൽ നിന്ന് തന്നെ കുറച്ച് എടുത്തേ ഉള്ളൂ. ചിക്കൻ സാധാരണ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്താൽ മതിയാകും. ഇനി ഈ ചിക്കനെ ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കാം. ചിക്കൻ ചെറിയ ചെറിയ പീസസ് ഒക്കെ ആക്കി കഴിഞ്ഞു. ഞാൻ ഈ ഒരു പാക്കറ്റിൻ്റെ പകുതി നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ എക്സ്ട്രാ മസാലയൊന്നുമില്ല, പ്ലെയിൻ നൂഡിൽസാണ്. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് നേരത്തെ മുറിച്ച് വെച്ച വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ വെജിറ്റബിൾസൊക്കെ ഹാഫ് കുക്കഡായിട്ടേ കിട്ടുള്ളൂ. നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ ആദ്യം വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കാം, എന്നിട്ട് ഇങ്ങനെ വഴറ്റിയെടുത്താൽ മതിയാവും. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ നൂഡിൽസ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന നൂഡിൽസിൻ്റെ ഒന്നിച്ച് മസാല ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നേരത്തെ മുറിച്ച് വെച്ച ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. അതേപോലെ നേരത്തെ വേവിച്ച് വെച്ച നൂഡിൽസും കൂടി ചേർത്ത് കൊടുക്കുക. ശേഷം ഒരു 5 മിനിറ്റോളം നന്നായി ഇളക്കി കൊടുക്കുക. ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡിയായി. ഇനി ഇത് ചൂടോടെ സെർവ് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായി നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ഫ്രം ആർട്ട് ഓഫ് കുക്കിംഗ്.